ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിവിടെ വരുന്ന ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. ഇവിടെ നമ്മൾ നിൽക്കുന്നത് കൊച്ചി മാർക്കറ്റിലാണ്, എറണാകുളം മാർക്കറ്റിലാണ്. പുതിയതായിട്ട് അത് പണി കഴിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇവിടെ ആളുകൾ കയറുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിവുണ്ടോ? നമുക്ക് നോക്കാം, അവരോട് തന്നെ ചോദിച്ചറിയാം. വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷേ ഈ ബിസിനസ്സിന് പറ്റിയ ഏരിയ അല്ല. ഹോൾസെയിൽ ബിസിനസ്സിനൊന്നും ഈ മാർക്കറ്റ് പറ്റില്ല. ചെറിയൊരു കോംപ്ലക്സ് പോലെ ആയിരിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാത്തിനും ഒരിടത്ത് പോകാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകത്ത്. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. പുതിയ മാർക്കറ്റ് നല്ലതാണ്. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. കുറച്ച് സാധനങ്ങൾ വരാനുണ്ട് ഇനി. മേളിലുള്ള ഫിഷ് അങ്ങനെയുള്ള ഇല്ലേ, മീറ്റ് ഒന്നും വരുന്നില്ല. ക്ലീനിങ് കുറവാണെന്ന് തോന്നുന്നത്. പുതിയതാണ്, ഇപ്പൊ നല്ലതാണ്. ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുറച്ച് മോശമാവാൻ സാധ്യത. മെയിൻ്റനൻസ് മോശമായിട്ട് ഫീൽ ചെയ്യുന്നു. അല്ല, ഈ ബാത്റൂം ഒക്കെ ഇല്ലേ, ബാത്റൂം കുറച്ച് സ്മെല്ലും ഇതൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. പുതിയ നമുക്ക് നല്ല ഇതാണ്. എല്ലാവർക്കും വന്ന് മേടിക്കാനും സൗകര്യം ഒക്കെ ഉണ്ട്. വണ്ടി പാർക്കിങ്ങിനും സൗകര്യം എല്ലാം കൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എല്ലാം കറക്റ്റ് സമയത്ത് രാവിലെ വന്ന് എല്ലാം വേസ്റ്റ് കൊണ്ടുപോകും. മറ്റുള്ള ക്ലീനിങ് എല്ലാം വൈകിട്ട് ഒരു 8 മണിയാകുമ്പോൾ എല്ലാം ക്ലീനിങ് കൊടുക്കും. അത് നല്ല ആളുകൾ ഇവിടെ പുറമേയുള്ള ഈ മാർക്കറ്റിനേക്കാൾ ഉള്ളിലുള്ള പുതിയ മാർക്കറ്റാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത്. കൂടുതലൊക്കെ വന്ന് ആൾക്കാർക്ക് മേടിക്കാനുള്ള സൗകര്യം ഇതാണ്. കണ്ടുപോയി ആൾക്കാർ 2 വീലറിന് വന്നിരുന്ന് സാധനം മേടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടുന്ന് മേടിക്കും. ഇത് കൺമുമ്പിൽ തന്നെ നമുക്ക് കാണാം, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. അത് കാണാം. ഇത് കൺമുമ്പിൽ എന്ത് കണ്ടുകൊണ്ട് ഐറ്റം കണ്ടു വന്ന് മേടിക്കാം. അങ്ങനെ ഒരു ഇതുകൊണ്ട് ആൾക്കാർ നേരത്തേക്കാളൊക്കെ ഉഷാറുണ്ട്. ഇപ്പം പണ്ടത്തെ നമ്മുടെ മാർക്കറ്റിനേക്കാളൊക്കെ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ പുതിയ മാർക്കറ്റ് നല്ല മാർക്കറ്റല്ലേ, പിന്നെ കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. മാർക്കറ്റ് ഭാരവാഹികളൊക്കെ നല്ലവരാണ്. ഒരു കുഴപ്പമില്ല. കൊച്ചി മേയർ പോലെ മൊത്തം ഇതിൻ്റെ അസോസിയേഷൻ വരെ നല്ലവരാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കച്ചവടമായി വരുന്നുള്ളൂ. ഒരു 1-2 മാസം കഴിയുമ്പോൾ ശരിയായിക്കോളും. 2 മാസം. പിന്നെ ഫിഷ് ആയിട്ടില്ല, ഫിഷ് ഇറച്ചി ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ ഉടനെ ആവും. എത്ര നിലയുണ്ട്? ഇതിപ്പോൾ 2 നില, 2 നിലയുണ്ട്, 3 നിലയുണ്ട്. ഒന്ന് അണ്ടർഗ്രൗണ്ട് ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനുള്ള അണ്ടർഗ്രൗണ്ട് ഉണ്ട്. പിന്നെ മീൻ ഫിഷ് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഉണക്കമീൻ, ഏത്തക്കായ്, അങ്ങനെയുള്ള മുട്ട ഐറ്റംസ്, ചിക്കൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അങ്ങനെ ആയിട്ടുള്ളൂ. ഇനി 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും എന്ന് വിശ്വസിക്കുന്നു. 2 ആഴ്ച ആകുമ്പോൾ തന്നെ എല്ലാം സെറ്റാവും. ഇത് എറണാകുളം മാർക്കറ്റിന്റെ ചിക്കന്റെ സ്റ്റാളാണ്. ആൾക്കാർ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? കുഴപ്പമില്ല. അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല. നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു താഴെ? നേരത്തെ ഉണ്ടായിരുന്നാണ്. നേരത്തെ താഴത്തുണ്ടായിരുന്നു. പിന്നെ അത് പൊളിച്ചു പണിയാൻ വേണ്ടി വേറെ സ്ഥലത്ത് മാറിയിരുന്നു. അവിടെയും കുഴപ്പമില്ലായിരുന്നു, കച്ചവടം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. എങ്ങനെ ക്ലീനിങ് എങ്ങനെയുണ്ട്? ഇതൊരു ഡ്രൈനേജ് പോലെയാണല്ലോ ഫീൽ ചെയ്യുന്നത്. ഡ്രൈനേജ് അതൊക്കെ നല്ല എല്ലാ ദിവസവും ഡെയിലി ക്ലീൻ ചെയ്ത് നല്ല മെനയൊക്കെ ഇട്ട പോണത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചക്ക് കഴുകി മെനയൊക്കെ ഇടും. ഡ്രൈനേജ് ഒക്കെ കഴുകി എല്ലാം ക്ലിയർ ആക്കി ഇടും. ഈ ചാലിലൂടെ എല്ലാ അഴുക്കളും പോയിക്കോളൂ അല്ലേ? എല്ലാം പോയിക്കോളും. നല്ല സംവിധാനമാണ്. അവിടുന്ന് കണ്ടിട്ടില്ല. നല്ല സംവിധാനമാണ്. കുഴപ്പമില്ല. ഇനിയും ആൾക്കാർ ഒന്നുകൂടെ അറിഞ്ഞു കയറി വരണം. ഒരു 2 മാസം പിടിക്കും അത്. പുതിയ മാർക്കറ്റ് വന്നിട്ടൊന്നും ആയിട്ടില്ല, കച്ചവടമൊന്നും ആയിട്ടില്ല. ആരും വന്നു തുടങ്ങിയിട്ടില്ല. അവിടെ ആൾക്കാർ കയറുന്നുണ്ടോ? പുതിയ മാർക്കറ്റിൽ കേറാനുണ്ട്. കട കാണാൻ വേണ്ടി ആൾക്കാർ വന്നു കേറാം. ജനങ്ങൾ ആകർഷകരാണ്. ജനങ്ങൾ ഇതിനെ കുറിച്ച് അറിയാമോ? അറിയാം, അത് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. പേപ്പറിലും ടിവിയിലൊക്കെ വന്നല്ലേ. എനിക്ക് വന്ന് ഉദ്ഘാടനം ചെയ്താ. പുതിയ എറണാകുളം മാർക്കറ്റ് എങ്ങനെയുണ്ട്? ഇതിപ്പം 1-ാം നില അല്ലേ? ഇവിടെ അധികം സംഭവമൊന്നുമില്ല. ഇത് ഉണക്കമീൻ്റെ ഒരു ഷാള്, പിന്നെ ഒരു ചിക്കൻ്റെ ഷാളുള്ളൂ. ഇവിടെ ആൾക്കാർ ഞങ്ങൾ കയറി വന്നപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ പോയതാണ്. ഓരോ പരിചയക്കാരാണ് ഇവിടെ കയറ്റി വിട്ടത്. എന്താണ് പറയാനുള്ളത്? അതെ, കുറേശ്ശെ ആൾക്കാർ വന്ന് തുടങ്ങണുള്ളൂ. ഒന്നും ആയിട്ടില്ല, ഇവിടെ കയറി തുടങ്ങണുള്ളൂ. ഇവിടെ ഉള്ളത് ഉണക്കമീനും ചിക്കനും മാത്രമേ ഉള്ളൂ. പിന്നെ പച്ചമീൻകാർ കയറാനുണ്ട്. പിന്നെ കടകളൊക്കെ കയറി തുടങ്ങും. ഇവിടെയൊക്കെ ഉണ്ടല്ല, എല്ലാം ഫില്ലാവുമല്ലേ? ഫില്ലാവും. നേരത്തെ സെറ്റപ്പ് ആക്കിയാണ് മാർക്കറ്റൊക്കെ പണിതേക്കണം. കുഴപ്പമില്ല, സൂപ്പറാണ് മാർക്കറ്റ്. എല്ലാം കാണാനും ഉണ്ട്. ലുലു പോലത്തെ കടകളൊന്നും ആയിട്ടില്ല അല്ലേ? ആകെ 3 കടയേ ഉള്ളൂ. ഉണക്കമീനും കോഴിയും മുട്ടയും. ഇനി ഇവിടെ എന്തൊക്കെയാണ് വരാൻ ഉള്ളത്? ഇവിടെ മീൻ, ബീഫ്, മട്ടൻ. പിന്നെ എല്ലാവരും കടകൾ എടുത്തിട്ടുണ്ട്. എന്താ സ്റ്റേഷനറി അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ. റെന്റ് ആയിട്ടില്ല ശരിക്ക് എല്ലാ കടകളായുമ്പോൾ റെന്റ് തീരുമാനിക്കുള്ളൂ. ഇപ്പൊ ഇവിടെ ഞാൻ നിസ്സാരൊക്കെ പൈസ കൊടുക്കും, 75 രൂപ വെച്ച് കൊടുത്ത്. എല്ലാ കടക്കാരും ആയി കഴിയുമ്പോൾ റെന്റ് കറക്റ്റ് വരുള്ളൂ. പിന്നെ ഇവിടെ കറണ്ട് ഇല്ലാത്തതാണ് മിക്ക വരാത്തത്. കറണ്ട് വന്നിട്ടില്ല. സോളാർ മാത്രമേ വന്നിട്ടുള്ളൂ.
കുഴപ്പമില്ല, അൽഹംദുലില്ലാ സുഖമായിട്ട് പോകുന്നു. പഴയ മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനൊക്കെ സുന്ദരമായിട്ട് പോകുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാത്തിനും ഒരിടത്തും പോകാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകത്ത്. ആളുകൾ ധാരാളം വരുന്നുണ്ടോ? വന്ന് തുടങ്ങുന്നു. കാര്യം ഇപ്പം പുതിയ മാർക്കറ്റ് അല്ലേ, അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് ആയിക്കൊണ്ടിരിക്കണം. എല്ലാം ഒറ്റയടിക്കും ഇതാവൂലല്ലോ. നമ്മളൊരു ഷോപ്പ് ഇട്ടാലും ഒരു മോൾ ഇട്ടുണ്ടെങ്കിലും ഒറ്റയടിക്ക് അതിനകത്ത് കാര്യം കയറുന്നില്ലല്ലോ. പതുക്കെ പതുക്കെ എല്ലാവരും ആയി തുടങ്ങും, എല്ലാം റെഡിയാവും. ക്ലീനിങ് വെച്ചാൽ ഫ്രഷാണ് ഇവിടെ എല്ലാം. സുഖം തന്നെ. ഓരോരുത്തരും ഇപ്പോൾ വീട് എങ്ങനെ വൃത്തിയാക്കുന്നു ഒന്ന പോലെ തന്നെയാണ് നമ്മളിവിടെ. ഒരു ദിവസം എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യും? രാവിലെ വരുന്നവർ കട തുറക്കാൻ വരുന്നവർ അവർ വൃത്തിയാക്കും, വൈകുന്നേരം പോകുന്നവരും വൃത്തിയാക്കും. അപ്പോൾ 2 നേരം വൃത്തിയാക്കുന്നു. വൈകുന്നേരം എത്ര മണി വരെ ആള് വരുന്നുണ്ട്? ഫാമിലീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞത് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ആൾക്കാർ ഒത്തിരി ഉണ്ട്. വന്ന് പോയിക്കൊണ്ടിരിക്കണല്ലോ ആൾക്കാർ. ഇങ്ങനെ വരട്ടെ, പുതിയ മാർക്കറ്റിലൊക്കെ ആൾക്കാർ കയറി വരട്ടെ, അതല്ലേ വേണ്ടത്. വില കുറവുണ്ടോ? പിന്നെ അച്ചിങ്ങയൊക്കെ ചവറ് വരെയാണ്. അച്ചിങ്ങയൊക്കെ 20 രൂപ, വെണ്ടയ്ക്കൊക്കെ വില കുറവാ. എല്ലാം വില കുറവാ. ക്യാരറ്റ് എല്ലാം വില കുറവാ. ഇന്ന് എന്താ ഏറ്റവും വില കുറവ്? ഇന്ന് ഏറ്റവും എല്ലാ സാധനങ്ങളും വില കുറവാണ് ഇന്നത്തെ. പ്രത്യേകിച്ച് ഒന്നും വില കൂടിയൊന്നും പറയാനില്ല. വില കൂടിയേക്കുന്ന ഒരു വെളുത്തുള്ളി മാത്രമേ 200 രൂപ അത്രേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ചും പറയാനൊന്നുമില്ല. എല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ് അല്ലേ? അന്നന്ന് ഇറങ്ങുന്ന സാധനം. ഇവിടെ എറണാകുളം മാർക്കറ്റ് വെച്ചിട്ട് എല്ലാ ദിവസവും ലോഡ് ഇറങ്ങുന്ന സ്ഥലമാണ്. അന്നുള്ള സാധനങ്ങൾ വിറ്റ് വെച്ച് പോകുന്നതാണ്. ആണ് എറണാകുളം മാർക്കറ്റ്. അതുകൊണ്ടാണ് എറണാകുളം മാർക്കറ്റിന് ഇത്രയും ഇത് ക്രെഡിറ്റ്. കുഴപ്പമില്ല, ആൾക്കാർക്ക് അറിഞ്ഞ് വരും. എല്ലാ കടകളായിട്ടില്ലല്ലോ. ഇപ്പം എല്ലാം വേണ്ടി വന്നിൽ മാത്രമേ ആൾക്കാരുണ്ടാവും. എന്നാലും പഴയ ആൾക്കാരൊക്കെ വരുന്നു. അത്രയ്ക്ക് സ്പ്ലീറ്റ് മാർക്കറ്റ് വിളിച്ചപ്പോൾ പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, അവർക്ക് വന്നു തുടങ്ങി സാധനം വാങ്ങിക്കാനൊക്കെ. മീനും ഇറച്ചിയെല്ലാം പോകുമ്പോൾ നല്ല കച്ചവടം ഉണ്ടാകും. ഇപ്പോഴത്തെ ആൾക്കാർ വണ്ടി പാർക്കാനും വന്ന് ഫാമിലിയിട്ട് വരാൻ എല്ലാം സൗകര്യമുണ്ട്. എല്ലാം കൊണ്ട് വരും. മുമ്പ് അങ്ങനെയല്ല, വണ്ടി പാർക്കാൻ പറ്റില്ല, ഫാമിലി വരാൻ പറ്റില്ല, തിക്കും തിരക്കും ആയിരിക്കും. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാവർക്കും ഫ്രീ ആയിട്ട്. വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബിസിനസ്സിന് പറ്റിയ ഏരിയ അല്ല. ഹോൾസെയിൽ ബിസിനസ്സിനൊന്നും ഈ മാർക്കറ്റ് പറ്റില്ല. ചെറിയൊരു കോംപ്ലക്സ് പോലെ ആയിപ്പോയി. പറഞ്ഞു മനസ്സിലായ വണ്ടികളകത്ത് കയറി അതിനുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടുതൽ വരും, അതനുസരിച്ച് വിലക്കയറ്റം വരും. പറഞ്ഞു മനസ്സിലായ അപ്പോൾ മാർക്കറ്റിന്റെ അകത്ത് വണ്ടി കയറി ഇടാവുന്ന രീതിയിലുള്ള മാർക്കറ്റ് ആയിരിക്കണം. അല്ലാതെ ഇത് വെറുതെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ പണിത് വെച്ചിട്ട്, മാള് പോലെ പണിത് വെച്ചിട്ട് അതിൽ പിന്നെ സ്പേസ് ഇല്ല. അതൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങൾ. പുറമേ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റൈറ്റ് കൂടുതലൊന്നുമില്ല. റൈറ്റ് അതനുസരിച്ച് കച്ചവടക്കാർ റൈറ്റ് കിട്ടാൻ വേണ്ടി അവർ വളരെ താത്തിയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇങ്ങനെയല്ല. ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെതായ രീതിയിലുള്ള ഇതുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും വണ്ടി പാർക്ക് ചെയ്ത് ഇറക്കാനും സൗകര്യം ഉള്ള ഇതൊക്കെ, അകത്തേക്ക് ലോഡിങ്ങിന് വേണ്ടി കൊണ്ടുപോകണം. ഇതിപ്പോൾ ഒരാൾ സാധനം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള കച്ചവടക്കാർക്ക് കച്ചവടമുള്ളൂ, അകത്ത് കയറുന്നില്ല. ഇപ്പോൾ വഴിയോരൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് കച്ചവടമുണ്ട്, അകത്ത് കച്ചവടം ഇല്ല. ഇത്രയും വലിയ ബിൽഡിംഗ് മാളൊക്കെ പണിതിട്ടിട്ട് പുറത്ത് കനാലിൻ്റെ സൈഡ് കച്ചവടം നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കിവിടെ വരുന്ന ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടുന്തോറും കസ്റ്റമേഴ്സ് കൂടി വരും. അപ്പോൾ ഇതിന് സ്റ്റാർട്ടിംഗ് എന്ന നിലയ്ക്ക് താഴെ പച്ചക്കറി മറ്റേ സ്റ്റേഷനറി ഐറ്റംസ് തുടങ്ങിയിട്ടുള്ളൂ. മുകളിൽ തുടങ്ങാനിരിക്കുന്ന 2-3 നിലകളിൽ ഒന്നും ആയിട്ടില്ല. അത് സാധാരണ വരുള്ളൂ. അത് കുറച്ച് കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന ഓഫീസുകളായിരിക്കും. പിന്നെ ഫുഡ് കോർട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റ് കടകൾക്ക് മുകളിൽ വരുന്നുള്ളൂ. ഏറ്റവും ആക്റ്റീവായിട്ടുള്ള താഴത്തെ ഈ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ്. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, ഞങ്ങൾ പഴയ മാർക്കറ്റിൽ ഇരുന്നവരാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, പഴയതിനേക്കാളും സന്തോഷമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് ഇവിടെ ബ്ലോക്കില്ല. ഞങ്ങൾക്ക് ചരക്ക് വാങ്ങി കൊണ്ടുപോകാൻ, ആൾക്കാർ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കൊണ്ടുവരുവാനും ഏറ്റവും സൗകര്യം ഇപ്പോൾ ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സൗകര്യം ഉണ്ടാകുമ്പോഴേ കസ്റ്റമേഴ്സ് വരുള്ളൂ. പിന്നെ പാർക്കാൻ്റെ ഇവിടം കൂടാതെ അണ്ടർഗ്രൗണ്ടിൽ വിശാലമായ, അതായത് ഈ ബിൽഡിങ്ങിൻ്റെ മൊത്തം ഏരിയ പാർക്കിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടാണ്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. റെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? റെന്റ് കോർപ്പറേഷൻ ഞങ്ങൾക്കത് നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങളിവിടെ പഴയ മാർക്കറ്റിൽ ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും വർധനവേ ഉണ്ടാവുള്ളൂ, അമിത വർധന ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ പുറത്തെ പാർട്ടിക്ക് അവർ ടെൻഡർ വിളിക്കുള്ളൂ. പുറം പാർട്ടിക്ക് മുകളിൽ ടെൻഡർ വിളിച്ചിട്ട് അവർ സ്ക്വയർ ഫീറ്റ് റേറ്റ് നിശ്ചയിക്കുമായിരിക്കും. അത് കോർപ്പറേഷനാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞു, ഷോപ്പിംഗ് ഓണേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾ ഇതിന് ക്ലീനിങ് എത്രത്തോളം പ്രാധാന്യം ഗൗരവം കാണുന്നു? ക്ലീനിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലീനിങ്. അതായത് ഇപ്പോൾ ശരിക്കും 1 വർഷത്തേക്ക് CSML അതിനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ അവർ കൃത്യമായിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. രാവിലെയും വൈകിട്ടും മുകളിലും താഴേക്കാൻ മറ്റേ വാഹനം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ വണ്ടികളൊക്കെ മാറിക്കഴിയുമ്പോൾ സ്വീപ്പിങ്ങിനും പിള്ളേർ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യവും ഇപ്പം നല്ല രീതിയിലാണ് പോകുന്നത്. 1 വർഷത്തേക്ക് CSMLൻ്റെ നേതൃത്വത്തിലായതുകൊണ്ട് അത് ഒരിക്കലും പുറകോട്ട് പോകില്ല, നല്ല രീതിയിൽ പോകും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങളുടെ മാർക്കറ്റ് നന്നായി സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം എന്ന നിലയ്ക്ക്, ഞങ്ങളുടെ മാർക്കറ്റ് എന്ന നിലയ്ക്ക് കണക്കാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിക്കും. അത് ഞങ്ങളുടെ കടമയാണ്. പഴയ മാർക്കറ്റിലാണോ പുതിയ മാർക്കറ്റിലാണോ ആളുകൾ കൂടുതൽ വരുന്നത്? ഇവിടെ ഇത് തുടങ്ങി എന്നുള്ള ജനങ്ങൾക്ക് അറിവുണ്ടോ?
ജനങ്ങൾക്ക് അറിഞ്ഞ് ജനങ്ങൾ അങ്ങനെ ഓരോ ദിവസം കൂടി കൂടി വരുന്നുണ്ട്. അതിന് ഉദാഹരണം നിങ്ങൾ കുറച്ച് നേരം ഒരു വൈകിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ജനനിബിഡമായിരിക്കും. അതായത് കൂടുതൽ ഫാമിലിയാണ് വരുന്നത്. ഇത്രയും അവർക്ക് പാർക്കാനും ഒക്കെ സൗകര്യം ഉള്ളതുകൊണ്ട് ഉല്ലാസം പോലെ ഫാമിലിയായിട്ട് വന്ന് ഷോപ്പിംഗ് നടത്തി പോകുന്നുണ്ട്. പാർക്കിംഗ് മാത്രമേ ഉള്ളൂ, എല്ലാം അവൈലബിൾ ആണ് ഇവിടെ, എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ. എല്ലാ ഐറ്റംസും എന്ന് പറഞ്ഞാൽ പച്ചക്കറി എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ചിക്കനുണ്ട്, ഡ്രൈ ഫിഷ് ഉണ്ട്, എഗ്ഗ് ഉണ്ട്. പിന്നെ വരാനുള്ളത് ഇനി പ്രധാനപ്പെട്ടത് മീറ്റും ഫ്രഷ് ഫിഷുമാണ്. അവർക്ക് കുറച്ച് താമസം വരും. അവർ കുറച്ച് കാര്യങ്ങൾ തീരാനുണ്ട്. അത് കഴിഞ്ഞാൽ അവർ വരും. അവരും കൂടി വന്നു കഴിയുമ്പോൾ ശരിക്കും കംപ്ലീറ്റ് ആവും, ഉഷാറാവും.